ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമാന്യം വലിയ മുറിയായിരുന്നു അത്. 3 പാളികളുള്ള ചില്ല് ജനാലയിലൂടെ മുറിയുടെ മധ്യഭാഗത്തേക്ക് വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ജനാലയുടെ വെള്ളവിരികൾ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി വെച്ചിരുന്നു. ജനലിൻ്റെ ഇടതുഭാഗത്ത് ചുമരിൽ മുതുകു ചാരി ചമ്മരം പടിഞ്ഞ് വെളുത്ത നൈറ്റിയിട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത് അലീന കണ്ടു. അവളുടെ മുഖം മെഴുകുപ്രതിമയുടേതുപോലെ തോന്നിച്ചു. അവളുടെ മുടി കട്ടിയുള്ള ഇഴക്കൂട്ടങ്ങളായി പിരിഞ്ഞു. തോളത്തും നെഞ്ചിലും മുഖത്തിൻ്റെ വശങ്ങളിലും വീണുകിടന്നു. ജനാലയിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവളുടെ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു വശം മാത്രമേ വ്യക്തമായി കാണുമായിരുന്നുള്ളൂ. അവളുടെ മടിയിൽ മഞ്ഞ അടയാള റിബണോട് കൂടിയ ഒരു ചെറിയ ബൈബിൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പേജുകളുടെ വാക്കുകൾ ചെഞ്ചായം പൂശിയതായിരുന്നു. അവധക്കുട്ടിച്ചായൻ ചുമച്ചു. ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ കണ്ണു തുറന്നു, മുഖം അല്പം ഉയർത്തി. "നീ ബൈബിളും മടിയിൽ വെച്ച് ഉറങ്ങുമായിരുന്നോ?" അവധക്കുട്ടിച്ചായൻ ചോദിച്ചു. "അപ്പച്ചൻ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. ലാലിച്ചാൻ വന്നിട്ട് പോയതും ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. എന്നെ മാത്രം ആരും അറിയുന്നില്ല." അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. വീണ്ടും അവൾ ബൈബിളിലേക്ക് കണ്ണു നട്ടു. 2 നിമിഷത്തിന് ശേഷം മുഖമുയർത്തി അവധക്കുട്ടിച്ചായനെ നോക്കി. സദൃശ്യവാക്യങ്ങൾ 29. "അപ്പച്ചൻ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചുപോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു. ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴാ ജനം നെടുവീർപ്പിടുന്നു." "ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം നിനക്ക്." അവധക്കുട്ടിച്ചായൻ ഇടയ്ക്ക് കയറി. "പരിചയപ്പെടുത്തണ്ട, എനിക്കറിയാം. ഇവിടെ എല്ലാവരും അവളുടെ പേര് പറയുന്നത് കേട്ടു." ഷെറിൻ അലീനയുടെ നേർക്ക് ഒരു തവണ നോട്ടം അയച്ചു. എന്നിട്ട് അവധക്കുട്ടിച്ചായനോട് ചോദിച്ചു, "അപ്പച്ചൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം?" "ഇവിടെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. അപ്പച്ചനോടുള്ള ദേഷ്യം അവർ എന്നോടും കാണിക്കും. എനിക്കങ്ങനെ എപ്പോഴും ഇവിടെ കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചുപോയാൽ എന്തു ചെയ്യും?" അത് കേട്ട് ഷെറിൻ ചിരിച്ചു. "എല്ലാവരും ചേർന്ന് എന്നെ എന്തെങ്കിലും അഗതിമന്ദിരത്തിൽ കൊണ്ട് ചെന്ന് തള്ളുമായിരിക്കും. നീ ഇവളോടൊന്നും മിണ്ടിക്കേ. ലാലിച്ചൻ്റെ മോളായത്." വീണ്ടും ഷെറിൻ്റെ നോട്ടം അലീനയുടെ മേൽ വീണു. "ലാലിച്ചായന് മോളെ കിട്ടി. എൻ്റെ മോളെ എനിക്ക് എന്നാ കിട്ടുന്നേ? ഇത്രയും പ്രായമായിട്ട് എനിക്ക് വേണ്ട. കിട്ടുന്നെങ്കിൽ എനിക്കിപ്പം കിട്ടണം. ഇപ്പം തന്നെ. എത്ര വർഷമായി? ഇനി എനിക്ക് വയ്യ." അത്രയും പറഞ്ഞിട്ട് അവൾ വിരലുകൾ മടക്കി എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5. എന്നിട്ട് അവധക്കുട്ടിച്ചായനെ നോക്കി മടക്കി ഒരു വിരൽ നിവർത്തി. 6. അലീന ഷെറിനിൽ നിന്ന് കണ്ണെടുത്ത് അവധക്കുട്ടിച്ചായൻ്റെ നേർക്ക് തിരിച്ചു. വല്യപ്പച്ചൻ്റെ മുഖത്ത് വിളർച്ച അവൾ തിരിച്ചറിഞ്ഞു. "നീ ഇന്നും മരിച്ചു കഴിഞ്ഞില്ലേ മോളെ? മരുന്ന് കഴിച്ചില്ലേ മോളെ?" അവധക്കുട്ടിച്ചായൻ ചോദിച്ചു. "ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്നിട്ടേ ഞാനിനി മരുന്ന് കഴിക്കുന്നുള്ളൂ." "നീ ഇന്ന് രാവിലെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ?" "ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കി. എല്ലാവരോടും പിണങ്ങി. അപ്പച്ചനും ഇപ്പം എന്നെ വേണ്ടല്ലോ." "നീ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇരുന്നിട്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങ്. മനുഷ്യരെയൊക്കെ കാണുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുക. കാറ്റും വെളിച്ചവും ഏറ്റാൽ തന്നെ കുറേ വ്യത്യാസം വരും." "എനിക്ക് കാറ്റും വേണ്ട, വെളിച്ചവും വേണ്ട. എൻ്റെ മോളെ തന്നാൽ മതി. എനിക്ക് ആരെയും കാണുകയും വേണ്ട." അവൾ അവധക്കുട്ടിച്ചായനോടും പിണങ്ങി മടിയിലിരുന്ന ബൈബിളിൻ്റെ പേജുകൾ മറിച്ചു. "വാ." അവധക്കുട്ടിച്ചായൻ അലീനയെയും വിളിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി. നേരെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. "ആൻസിയേ, ആൻസി." അവധക്കുട്ടിച്ചായൻ വിളിച്ചു. അടുക്കളയിൽ നിന്ന് ആൻസി ഉണുമുറിയുടെ വാതിൽക്കലേക്ക് വന്നു. "റാണിമോൾക്ക് നീ ഇന്ന് മരുന്ന് കൊടുത്തില്ലേടി?" "കൊടുത്താൽ കഴിക്കണ്ടേ? എത്ര പ്രാവശ്യമെന്ന് വരച്ചാൽ നിർബന്ധിക്കുന്നത്? ബലമായിട്ട് കഴിപ്പിക്കണമെടി." "അതിനോട് ഗുസ്തി പിടിക്കാൻ ഇവിടെ ആർക്കാ ബലം? റോബിച്ചായൻ ഇല്ലായിരുന്നു ഇവിടെ?" "റോബിച്ചായന് അവളെ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? വേറെ എന്തെല്ലാം ജോലികളുണ്ട്. ഇന്നലെ രാത്രി റോബിച്ചായനും കുറേ നോക്കിയതാ. അവൾ ഗുളിക വായിലിട്ടിട്ട് തുപ്പിക്കളഞ്ഞു. റോബിച്ചായൻ ഒരടിയും വെച്ചു കൊടുത്തു. അതിൻ്റെ പരാതി വന്നപ്പോഴേ പറഞ്ഞു കാണുമല്ലോ." "അടിച്ചെന്നൊന്നും അവൾ പറഞ്ഞില്ല. അതൊക്കെ മറന്നു കാണും. ഓർക്കണമെങ്കിൽ നല്ല ബോധം വേണ്ടേ?" ആൻസി പിറുപിറുത്തു. "അതുപോട്ടെ, ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ ആൻസി പെരുമാറേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളമെടുക്കാൻ നീ നോക്കിയാൽ പോലും പറ്റത്തില്ലേ?" ലാലിച്ചൻ 15 മിനിറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയി. അവധക്കുട്ടിച്ചായൻ ശ്വാസനാസ്വരത്തിൽ ചോദിച്ചു. "ആർക്ക് കൊടുക്കാനാ വെള്ളം? അപ്പച്ചന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കുളത്തപ്പുഴേന്ന് വേറെ ആര് വന്നാലും പച്ചവെള്ളം പോലും കൊടുക്കേണ്ടെന്ന് റോബിച്ചൻ പറഞ്ഞേക്കുന്നത്." ആൻസി വെളിപ്പെടുത്തി. "അല്ലെങ്കിലും അവളീ അവസ്ഥയിൽ വിരുന്നുകാരെ സൽക്കരിക്കാൻ നിൽക്കണോ?" ചോദ്യം കേട്ട് അവധക്കുട്ടിച്ചായൻ തലയിരിച്ചു നോക്കി. വർക്കേരിയയിൽ നിന്ന് ഒരു തേങ്ങാമുറിയും കയ്യിൽ പിടിച്ചും മറിയക്കുട്ടി അങ്ങോട്ട് വന്നു. "ആഹാ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഞാനല്ലാതെ ആര് നോക്കും എൻ്റെ മോളുടെ കാര്യം? ഇവിടെ ആർക്കാ ഇവളുടെ കാര്യത്തിലൊരു ശ്രദ്ധ? അതും ഇവളിങ്ങിരിക്കുമ്പോൾ."
ആൻസിയുടെ വീർത്ത വയറ് നേർക്ക് നോക്കിക്കൊണ്ടാണ് പറച്ചിൽ. എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ലല്ലോ ഇവളുടെ വയറിങ്ങനായത് എന്ന് ചോദിക്കാനുള്ള ദേഷ്യമുണ്ടായെങ്കിലും അവധുക്കുട്ടിച്ചായൻ ചോദിച്ചില്ല. അലീനയ്ക്ക് ലേശം ഉച്ചച്ചോറ് ഇവിടുന്ന് കിട്ടുമോ അതോ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുമോ? അതിനിപ്പം ഉച്ചയായില്ലല്ലോ, ആൻസി തർക്കിച്ചു. ഉച്ചയാകുമ്പോൾ പറഞ്ഞാൽ മതിയോ? അവധുക്കുട്ടിച്ചായന് ദേഷ്യം പിടിച്ചു. അതെ, ലാലിച്ചായൻ ആരും പേടിക്കാനില്ലാതെ ജീവിച്ച കാലത്ത് കണ്ട അലവലാതി പെണ്ണുങ്ങളുമായിട്ട് കൂട്ടുകൂടി ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചതിന് ഇവിടുള്ളവരെന്ത് വേണം? അവളുമാര് പെറ്റിട്ട് പോയ അനാഥ പിള്ളേരെ സൽക്കരിക്കാൻ എന്നെക്കൊണ്ട് വയ്യ. പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും എൻ്റെ കൈകൊണ്ട് എടുത്തു കൊടുക്കുകയില്ല. അതിന് വേറെ ആളെ നോക്കണം. ആൻസി മുഖത്തടിച്ച പോലെ പറഞ്ഞത് കേട്ട് അവധുക്കുട്ടിച്ചാൻ വിളറിപ്പോയി. ലാലിച്ചായൻ വന്നപ്പോൾ നിനക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടായോടി? നിന്റെ വായിലെന്താ പഴമായിരുന്നു? അവനെ കണ്ടത് നീ അകത്തോട്ട് കയറി ഓടുന്നത് കണ്ടല്ലോ. അവധുക്കുട്ടിച്ചായൻ ആൻസിയോട് ചോദിച്ചു. എനിക്ക് അങ്ങരോട് പറയേണ്ട ആവശ്യം വന്നില്ല. വന്നാൽ പറയുകയും ചെയ്യും. എനിക്ക് ലാലിച്ചനെ പേടിയുണ്ടെന്ന കാര്യമൊന്നുമില്ല. അങ്ങേരെ എനിക്ക് ചെലവിന് തരുന്നോ? റോബിച്ചായനാ. റോബി, എടാ റോബി. അവധുക്കുട്ടിച്ചായൻ ഒച്ച വെച്ചു. സിറ്റൗട്ടിലുണ്ടായിരുന്ന വിളി കേട്ട് ഊണുമുറിയിലെത്തി. ഈ പെങ്കൊച്ചിന് ഒരു നേരം ചോറ് കൊടുക്കാനുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ ഇപ്പം പറയണം. ലാലിച്ചൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുമ്പ് അവനെ വിളിച്ച് ഊണ് വാങ്ങിപ്പിക്കണം. ഇവിടെ ചോറ് കൊടുക്കാനില്ലെന്ന് ആരാ പറഞ്ഞത്? റോബേട്ട് ചോദിച്ചു. നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്ക്. നീ അങ്ങനെ പറഞ്ഞോടി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വിളമ്പിക്കൊടുത്ത് സൽക്കരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഇനിയും ഞാനത് തന്നെ പറയും. വേണമെങ്കിൽ എടുത്തു കഴിച്ചോളണം. ഇത് പിന്നെ പണ്ടേ ഒരു വഴിയമ്പലം പോലെ തുറന്നിട്ടിരിക്കുവാണല്ലോ. കാണുന്ന വഴിപോക്കർക്കെല്ലാം കയറി നിരങ്ങാൻ പാകത്തിന്. ആൻസി അമർഷമടക്കാനാവാതെ പറഞ്ഞു. ആയിക്കോട്ടെ, ഇത് വഴിയമ്പലം തന്നെയാ. നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നുമല്ലല്ലോ ഇത്. ഞാൻ പണിയിച്ച വീടാ. ഞാൻ മരിക്കുന്നിടത്തോളം വരെ ഇവിടെ പലരും വരും പോകും, താമസിക്കും. നിന്റെ തള്ള വന്ന് താമസിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അത് കുടിച്ചായനും വിട്ടുകൊടുത്തില്ല. അപ്പച്ചൻ ആരെ കണ്ടിട്ടായി ഞെളിക്കുന്നേ? ഒരസുഖം വന്നാൽ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ. വെച്ച് വിളമ്പി തരാനും അലക്കി തേച്ച് തരാനും ഞാൻ തന്നെ വേണമല്ലോ. ആൻസിയും ഒപ്പം പിടിച്ചു. പുണ്യത്തിനൊന്നും അല്ലല്ലോ കുഞ്ഞെ. ഞാൻ ചാവുന്ന കാലത്ത് ഈ വീടും ഇരിക്കുന്ന 1/2 ഏക്കർ പറമ്പ് വേണമെങ്കിൽ മതി. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ ഇട്ടിട്ട് പൊയ്ക്കോ. വേറെ ആമ്പിള്ളേരുണ്ട് എനിക്ക്. എല്ലാവർക്കും കൊടുത്തതുപോലെ ഒരു വീതം നിങ്ങൾക്കും ഞാൻ തന്നിട്ടുണ്ടല്ലോ. ഇത്തവണ അവധുക്കുട്ടിച്ചായനായിരുന്നു മേൽക്കൈ. റോബേട്ടിനോ ആൻസിക്കോ ഒന്നും പറയാനില്ല. അവധുക്കുട്ടിച്ചായൻ മർമ്മത്തു തന്നെയാ ആഞ്ഞുകുത്തിയത്. ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? റോബേട്ട് രണ്ടുപേരുടെയും നേർക്ക് കൈ മലർത്തിക്കാട്ടി. ഈ വീട്ടിലൊരു പെങ്കൊച്ചു വന്നത് നീയും കണ്ടതല്ലേ റോബിച്ച? അവളോടൊരു വാക്കും മിണ്ടാൻ ആരുമില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അന്യരൊന്നും അല്ലല്ലോ. ലാലിച്ചൻ്റെ മകളല്ലേ? ലാലിച്ചൻ്റെ മകൾ. ഇതിനു മുൻപ് ഇവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ നല്ലപോലെ സൽക്കരിച്ചാ വിട്ടത്. എന്ന് വെച്ച് ലാലിച്ചായൻ്റെ മകളാണെന്നും പറഞ്ഞ് പഴയ വഴിയെ പോകുന്നവരൊക്കെ വലിഞ്ഞു കയറി വന്ന സ്വീകരിക്കാനും സൽക്കരിക്കാനും ഇവിടെ ബുദ്ധിമുട്ടാം. റോബർട്ട് തകർത്തു പറഞ്ഞു. അവധക്കുട്ടിച്ചായൻ അതിനെന്തോ മറുപടി പറയാൻ ഭാവിക്കവേ അലീന അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വലിയപ്പച്ചൻ ഇങ്ങ് വന്നേ. അവൾ അടക്കിയ ശാസനസ്വരത്തിൽ പറഞ്ഞു. വൃദ്ധൻ അവളെ അനുസരിച്ചു. അവധക്കുട്ടിച്ചായൻ്റെ മുറിയിലെത്തിയ ശേഷം അലീന ചോദിച്ചു. വലിയപ്പച്ചൻ എന്താ അവരോട് വഴക്കിടാൻ നിൽക്കുന്നേ? അവരാ വഴക്കേട്ടത്. അവരുടെ വർത്തമാനം നീ കേട്ടതല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ വലിയപ്പച്ച? അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? നമ്മൾ എത്രയും താഴേണ്ട ആവശ്യമെന്താ? നമ്മൾ ഏതാണ്ട് വലിയ കുറ്റം ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി വലിയപ്പച്ചൻ സംസാരിക്കേണ്ട. എന്നാൽ പിന്നെ നീ പട്ടിണി കിടന്നു. എന്തായാലും പുനലൂർക്ക് പോകാനുള്ള നിന്റെ കൊതി തീർന്നല്ലോ. ഇതൊക്കെ ഇങ്ങനെയാ വരികയുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ മുൻവിധിയാ എല്ലാവരുടെയും കുഴപ്പം. ഇനി വലിയപ്പച്ചൻ അവരുടെ കൂടെ നിന്നാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. ഇന്നൊരു ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടിപ്പോ. നാളെ രാവിലെ സ്ഥലം വിട്ടേക്കാം. അവധക്കുട്ടിച്ചാൻ പിറുപിറുത്തു. റാണി ആൻറ്റിക്ക് കൊടുക്കാനുള്ള മരുന്ന് എവിടെയാ വലിയപ്പച്ച വെച്ചിരിക്കുന്നത്? അലീന വിഷയം മാറ്റി. അത് അവളുടെ മുറിയിൽ തന്നെയാണ്, ഭിത്തിയിലുള്ള ചില്ലലമാരയ്ക്കകത്ത്. രോഗിയുടെ മുറിയിൽ തന്നെയാണോ മരുന്ന് സൂക്ഷിക്കുന്നത്? അത് മാനസിക ഭ്രാന്തിയുള്ള രോഗിയുടെ. അലീനയുടെ സ്വരം തീക്ഷണമായി. അവൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. തനിയെ മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവളാ. ചില സമയത്തൊരു ചെറിയ ഇളക്കം വരുമെന്നേയുള്ളൂ. അതും നീ വിചാരിക്കുന്ന പോലെ വിഭ്രാന്തിയും വെപ്രാളും ഒന്നുമില്ല. റാണി ആൻറ്റിയുടെ മുഖത്തോട്ട് നോക്കിയപ്പം എനിക്കത് മനസ്സിലായി. അലീന അർത്ഥഗർഭമായി പറഞ്ഞു. എന്തു മനസ്സിലായി എന്നാ? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഇതിലെയൊക്കെ ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യാറുള്ളതാ. ഇതിപ്പം എന്നെ കാണാനിട്ടോ മറ്റോ ഒരു വാശിക്കിരിക്കുന്നതാ. റാണി ആൻറ്റി ഒരു മകളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. ഒരു മോളുണ്ടെന്നും അതിനെ തിരിച്ചു കെട്ടണമെന്നും എന്നെപ്പോലെ വലുതായി കഴിഞ്ഞ ശേഷം ആ മോളെ വേണ്ടെന്നും ഒക്കെ പറഞ്ഞല്ലോ. അതെന്താ വലിയപ്പച്ച അങ്ങനെ?
അതോ അതോ അവളുടെ കുഴപ്പം. ഈ ഇളക്കം വരുമ്പോൾ അവളുടെ വിചാരം അവൾക്കൊരു മോളുണ്ടെന്നാ. അതിനെ എല്ലാവരും ചേർന്ന് ഒളിപ്പിച്ച് വെച്ചേക്കുക എന്നോ കൊന്നു കളഞ്ഞെന്നോ ഒക്കെയാ പറച്ചില്. മരുന്ന് കഴിച്ചാൽ മാറിക്കോളും, പിന്നെ ഒരു കുഴപ്പവുമില്ല. അങ്ങനെയൊരു മോളുണ്ടായിരുന്നതാണോ? അതൊക്കെ അവളുടെ ഓരോ തോന്നലാണെന്നേ. അലീന അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് കുടിച്ചാൻ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇനി മരുന്ന് കഴിപ്പിക്കണ്ടേ? അവൾ ചോദിച്ചു. കഴിപ്പിക്കണം, കാണിച്ചതാ, ഞാൻ എടുത്തു കൊടുക്കാം. അത് കുട്ടിച്ചാൻ അലീനയും കൂട്ടി ഷെറിൻ്റെ മുറിയിൽ ചെന്നു. ഷെറിൻ ജനാല അടച്ചിരുന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചമേയുള്ളൂ. അവൾ ജനാലക്കെടുത്തു ഭിത്തിയിൽ ചാരിവെച്ച പഴയ മട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അത് കുട്ടിച്ചാൻ മുറിയിലെ ലൈറ്റിട്ട ശേഷം അലമാര തുറന്നു. ഷെറിൻ്റെ ഗുളിക ഡബ്ബകൾ അലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. ഗുളിക കൊടുക്കേണ്ട വിധം പറഞ്ഞു. ഇതിലൊന്ന് ഉറക്ക ഗുളികയാണല്ലോ, അലീന ചോദിച്ചു. അതും കഴിക്കണം. ഇത്ര എണ്ണം ഒന്നിച്ച് ഇവിടെ വെക്കാൻ പാടുണ്ടോ? അതിനെന്താ കുഴപ്പം? അലീന അലമാരത്തട്ടുകൾ പരിശോധിച്ചു. ഏറ്റവും മുകളിലത്തെ തട്ടിൽ മൂട്ടമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുപ്പിയിൽ അതിൻ്റെ ലേബലും പോയിസൺ എന്ന മുറിയിരിപ്പുണ്ട്. മറ്റൊരു അലുമിനിയം ബോട്ടിൽ എന്തോ കീടനാശിനിയും കണ്ടു. ഇതൊക്കെ മനോഭ്രാന്തിയുള്ള റൂമിൽ സൂക്ഷിച്ചാൽ കൊള്ളുന്ന സാധനങ്ങളാണോ വല്യപ്പച്ച? ഞാനല്ല, റോബിച്ചനാ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പിള്ളേരാരും കയറി വരത്തില്ല. അവരുടെ കാലും കൈയും എത്താത്തിടത്ത് ഇരിക്കാനൊന്നും പറഞ്ഞ അവിടെ വിളിച്ചത്. ഒരു മാനസികഭ്രാന്തി വരുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ തോന്നിയാലോ? ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ നല്ല മൂർച്ചയുള്ള കടാരയും കുറച്ച് എലിവിഷവും ഒരു ബ്ലേഡും കുറച്ച് പ്ലാസ്റ്റിക് കയറും വെടിയുണ്ട നിറച്ചൊരു തോക്കും അലമേരമേൽ വെക്കാമായിരുന്നല്ലോ. എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാമായിരുന്നല്ലോ. അലീനയുടെ നോട്ടത്തിലെ തീഷ്ണതയും സ്വരത്തിലെ മൂർച്ചയും അത് കുടിച്ചനായി ആശ്ചര്യപ്പെടുത്തി. റോബർട്ടാണ് ഇതെല്ലാം അവിടെ വെച്ചതെന്ന് അയാൾക്കറിയാം. മാസങ്ങളായി അതവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശമുള്ളതായി അത് കുടിച്ചതിന് തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഗൂഢോദ്ദേശമുണ്ടായിരുന്നു. വലിയപ്പച്ചൻ പോയിക്കോ, ഞാൻ ഈ മരുന്നെടുത്ത് കൊടുത്തോളാം, അലീന പറഞ്ഞു. അത് കുട്ടിച്ചാൻ മുറിവിട്ടു പോയി. അലീന ചെന്ന് ജനൽ തുറന്നു. ആരാ അത്? മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ ഷെറിൻ ചോദിച്ചു. ഞാനാ, അലീന. ആര് പറഞ്ഞിട്ടാ ജനൽ തുറന്നത്? വെളിച്ചം കിട്ടാൻ വേണ്ടിയാ? വെളിച്ചം വേണ്ട, വേണം. അലീന ഗ്ലാസ്സിൽ വെള്ളവും ഗുളികയും എടുത്ത് കട്ടിലിൽ വന്നിരുന്നു. ആൻറ്റി, ഈ മരുന്ന് കഴിക്ക്. അലീന ഗുളികകൾ നീട്ടി. ഷെറിൻ ഞൊടിയിടയിൽ കൈയെടുത്ത് അത് തട്ടിക്കളഞ്ഞു. അലീന ഗുളികളെല്ലാം പെറുക്കിയെടുത്തു. വീണ്ടും അവളുടെ നേർക്ക് നീട്ടി. തട്ടിക്കളയരുത്, കഴിച്ചിട്ട് നമുക്ക് വർത്തമാനം പറയാം. ഷെറിൻ അത് കയ്യിൽ വാങ്ങി ചുരുട്ടിപ്പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം ആ ഗുളികൾ ചുവരിന് നേർക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പതിയെ ചിരിച്ചു. അലീന അല്പനേരം അനങ്ങാതിരുന്നു. ഗ്ലാസ്സിലെ വെള്ളം ജനൽപ്പടിയിൽ വെച്ചു. ഷെറിൻ തല ചികയാൻ തുടങ്ങി. അലീന കൈനീട്ടി അവളുടെ ശിരസിൽ കൈ ഒടിച്ചു. ഷെറിൻ അനങ്ങാതിരുന്നു. അലീന എഴുന്നേറ്റ് പോയി. മേശപ്പുറത്തിരുന്ന് ഒരു ചീർപ്പെടുത്തു കൊണ്ടുവന്നു. എണ്ണ പെരലാതെ അഴിഞ്ഞ് ചിതറിയ പിരിഞ്ഞു കിടക്കുന്ന അവളുടെ മുടി പതിയെ ചീകി ഒതുക്കാൻ തുടങ്ങി. ഒട്ടും വേദനിപ്പിക്കാതെ സമയമെടുത്ത് ഇഴകൾ വിടർത്തി ചീകി ഒതുക്കി വെച്ചു കൊടുത്തു. ഷെറിൻ ഉടൻ 2 കൈയും തലയിലിട്ട് മാന്തി മുടി ചീകി അത്രയും താറുമാറാക്കി. അലീന രണ്ടാമതും അവളുടെ മുടി വൃത്തിയാക്കി ചീകി വെച്ചു. ഇത്തവണയും ഷെറിൻ അത് ചികഞ്ഞു കളഞ്ഞു, നാശമാക്കി. എന്നിട്ട് ശബ്ദമില്ലാതെ തിരിച്ചുകൊണ്ട് തല കുലുക്കി. അലീന ക്ഷമയോടെ മൂന്നാമതും അവളുടെ മുടി ചീകി ഭംഗിയാക്കി. ഷെറി കൈ 2 തലയ്ക്ക് വെച്ചിട്ട് ചോദിച്ചു. കളയട്ടെ? എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാണ് ദേഷ്യം തോന്നാത്തത്? എനിക്കിപ്പോഴറിയണം. ഷെറി ഒരു കുട്ടിയെപ്പോലെ വാശി പിടിച്ചു. അലീന അവളുടെ കവിളത്ത് തലോടി. എനിക്കറിയാം. എന്തറിയാവുന്നത്? ഒരുപാട് സ്നേഹമുള്ള അമ്മയാണിതെന്ന്. ഒത്തിരി സങ്കടവുമുണ്ട് ഈ അമ്മയ്ക്കെന്ന്. ഷെറിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് അലീന കണ്ടു. തൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്. അവളുടെ മുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ശിശുവിൻ്റെ ദൈന്യത്യം നിസ്സഹായതയും വ്യാപിക്കുന്നത്. ചുണ്ടുകൾ വിറയ്ക്കുന്നു. അലീന തോളത്തുകൂടി കൈയിട്ടിട്ട് അവളെ മെല്ലെ ആശ്ലേഷിച്ചു. തൻ്റെ ചുമലിലേക്ക് അവളുടെ മുഖം അണച്ചുകൊണ്ട് മന്ത്രിച്ചു. ഞാനും ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെയും. അലീനയുടെ തോളിൽ ഒരു തുള്ളി കണ്ണുനീർ വീണു. അതിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. വീണ്ടും ഒരെണ്ണം കൂടി. അലീന അവളുടെ പുറത്തു മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. മാമച്ചനങ്ങളുടെയും ഗ്രേസാമ്മയുടെയും മകനെപ്പറ്റി പ്രണയിച്ച പെൺകുട്ടിയാണിതെന്ന് അലീന ഓർത്തു. ആ മകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തവൾ. അലീന അവളുടെ മുഖം തോളിൽ നിന്നെടുത്തു. കരച്ചിലൊന്നുമില്ല മുഖത്ത്. നനഞ്ഞ കൺപീലുകളും തളർന്ന ഭാവവും മാത്രം. ഞാനുണ്ട് കൂട്ടിന്. നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അലീന അവളെ ആശ്വസിപ്പിച്ചു. ഗുളികകളും വെള്ളവും എടുത്ത് വീണ്ടും അവളുടെ നേർക്ക് നീട്ടി. ഷെറിൻ വിസമ്മതമൊന്നും കൂടാതെ മരുന്ന് കഴിച്ചു.
പിന്നെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ കിടന്നു. അലീന അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അരികെയിരുന്നു. മരുന്നിൻ്റെ ശക്തി അവളുടെ കൺപോളകളെ പിടിച്ചു താഴ്ത്തുന്നവരെ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. കുറെ കഴിഞ്ഞ് അവതക്കുട്ടിച്ചായൻ മുറിയിലേക്ക് വന്നു. ഉറങ്ങിയോ? കിടക്കയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. മരുന്ന് കഴിച്ചോ? ഇളക്കം തുടങ്ങിയാൽ പിന്നെ കഴിപ്പിക്കാൻ വലിയ പാടാ, അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. അലീന കിടക്കിൽ നിന്ന് എഴുന്നേറ്റു. അലമാരിയിരുന്ന വിഷക്കുപ്പികളെടുത്ത് അവതക്കുട്ടിച്ചായനെ ഏൽപ്പിച്ചു. ഇതിവിടെ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മതി. ഇത് ഞാൻ സൂക്ഷിച്ചോളാം. അവതക്കുട്ടിച്ചായൻ അത് തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു. നീ വാ, നമുക്ക് പുറത്തോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ? അവതക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങി. വീടിനുള്ളിൽ ബെഡ്റൂമിൽ വെച്ച് ആൻസി ഭർത്താവിനോട് ചോദിച്ചു, എത്ര ദിവസം ഇവിടെ കാണും ഈ പുതിയ അവതാരം? 1-2 ദിവസം കഴിയുമ്പോൾ പോയിക്കോളും, റോബർട്ട് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കൈകൊണ്ട് ഞാനൊന്നും വെച്ച് വിളമ്പി കൊടുക്കത്തില്ല. എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്കൊരു സഹായത്തിനാണ്, അല്ലാതെ നിങ്ങളുടെ ചേട്ടൻ്റെ രഹസ്യപുത്രിയെ സ്നേഹിക്കാനല്ല. അതൊക്കെ അപ്പച്ചൻ വേണ്ട പോലെ ചെയ്തോളൂ. നിങ്ങളാരും അവളെ ശുശ്രൂഷിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അനിയന്മാരോടെല്ലാം കൂടി ചേർന്ന് ചേട്ടനെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ. ചേട്ടന് കണ്ട പെണ്ണുങ്ങളിലൊക്കെ മക്കളുണ്ടായെങ്കിൽ അത് ചേട്ടൻ തന്നെ സഹിച്ചോളണം. നമുക്കെന്താ കാര്യം? പക്ഷേ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, അവൾക്ക് ഞങ്ങളുടെ അമ്മച്ചിയുടെ ചായയാണെന്ന്, റോബർട്ട് പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളതല്ലേ, എനിക്കൊന്നും തോന്നിയില്ല. നീ എന്നാടേ ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല. അമ്മച്ചിക്ക് അന്ന് വയസ്സ് 55 കഴിഞ്ഞിരുന്നു. എന്നാലും ഷേപ്പൊക്കെ തിരിച്ചറിയാം. അമ്മച്ചിയുടെ ഒരു ഷേപ്പുമില്ല ഈ പെണ്ണിന്. അമ്മച്ചി എന്തൊരു സുന്ദരിയായിരുന്നു. ആ പ്രായത്തിലും ഇവളെ കണ്ട എന്തോ പോലെ ഇരിക്കുന്നു, മാങ്ങാണ്ടി പോലെ. മൂക്കവും ജിറാഫിൻ്റെ കഴുത്തും. നിന്റെ കണ്ണിന് എന്താണ്ട് കുഴപ്പമുണ്ട് ആൻസി. നീ നാളെ തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതാ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അവൾ ഭൂലോക രമ്പയല്ലേ, എടുത്ത് തലയിലോട്ട് വെച്ചോണ്ടിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതാ കുറ്റം. ചേട്ടൻ ചെയ്തതും ഇങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നതും എല്ലാം പുണ്യപ്രവൃത്തി എന്ന് ഞാൻ പറഞ്ഞോ? ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ ആൻസി. റോബിച്ചൻ ദേഷ്യം പിടിച്ചു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി.